ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ചന്ദ്രമതിക്ക് എന്തായാലും രേവതിക്ക് 5 ലക്ഷം രൂപ കൊടുത്തേ പറ്റുള്ളൂ. ഇനിയിപ്പോ അതിന് ഒരേ ഒരു മാർഗം ചന്ദ്ര കണ്ടത് മലേഷ്യയിലേക്ക് പോയിട്ട് ശ്രുതിയുടെ അച്ഛനെ നേരിട്ട് കണ്ട് സംസാരിച്ച് പണം മേടിച്ചു വരാ എന്നുള്ള കാര്യമാണ്. അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും പോയാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം, ഒരുപക്ഷെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയാലോ. ഇല്ല ആന്റി, നമ്മള് അവിടെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്കും ആ കേസിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ നമ്മളെയും പിടിച്ചിട്ട് ജയിലിലിടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ശ്രുതി പറഞ്ഞ കേട്ടോണ്ട് അയ്യോ അമ്മേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണ്ടോ എന്ന് ശ്രുതി പേടിച്ചിട്ട് പറയാണ്. പിന്നെ നമ്മൾ എന്താടാ പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ആ പണം താൻ തരാ എന്നുള്ള കാര്യം ശ്രുതി തന്നെ പറയാണ്. എന്താ ശ്രുതി നീ പറഞ്ഞത്, നീ റെഡിയാക്കാ എന്നോ? നിനക്ക് എവിടുന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റും? അതൊന്നും കുഴപ്പമില്ല ആന്റി, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ഇപ്പൊ ഞാൻ എന്തായാലും 3 ലക്ഷം രൂപ ആന്റിക്ക് അറേഞ്ച് ചെയ്ത് തരാം, ബാക്കി 2 ലക്ഷം രൂപ കാണാതെ പോയില്ലേ? അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്. 3 ലക്ഷം രൂപ നീ അറേഞ്ച് ചെയ്യ്, 2 ലക്ഷം രൂപ ആരാ എടുത്തെന്നുള്ള കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് ചന്ദ്ര പറയാണേ. അയ്യോ ആന്റി, എന്തിനാ കംപ്ലൈന്റ് ഒക്കെ ചെയ്യുന്നത്? എന്തായാലും എനിക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ. രേവതി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പണം ആരാണ് എടുത്തത്? നീ എന്തായാലും 3 ലക്ഷം റെഡിയാക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവരുടെ അരികിൽ നിന്ന് പോകുന്നുണ്ട്. ചന്ദ്ര പോയി കഴിഞ്ഞ ഉടനെ തന്നെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത്, ശ്രുതി നീ എന്തിനാണ് പണം കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്? എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ അഭിലാഷ് സാറിന് പണം കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ? അതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിനക്ക് ഒഴിഞ്ഞു മാറിയാ പോരായിരുന്നു. അല്ലെങ്കിലും നമ്മൾ എന്തിനാണ് പണം കൊടുക്കുന്നത്? പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ ഏതാ പണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. നമുക്ക് നീലിമ തന്ന പണം അക്കൗണ്ടിൽ ആ പണമൊക്കെ എപ്പോഴോ കാലിയായി പോയി. പാർട്ടി വെച്ചതിനും അതുപോലെ തന്നെ കട റിനോവേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടൊക്കെ പണം മൊത്തത്തിൽ ചെലവായി പോയി. എന്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല ശ്രുതി. ഈ കാര്യങ്ങൾ എന്താ ശ്രുതി എന്റെ അടുത്ത് മുന്നേ പറയാണ്ടിരുന്നത്? ആ പണം കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ആന്റിയുടെ അടുത്ത് പണം കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ നീ പണം കൊടുക്കുക എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്റെ അടുത്ത് ചോദിക്കണമായിരുന്നു എന്ന് ശ്രുതി. ഞാൻ ശ്രുതി പണം എടുത്തത് എന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാം ബിസിനസിന് വേണ്ടി തന്നെയാണ്. ശ്രുതി, ഞാൻ ആന്റിക്ക് പണം കൊടുക്കുന്നത് നീയല്ലേ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് നീ തന്നെ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി കൈയൊഴിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഞാൻ എന്റെ താലി കൊണ്ടുപോയിട്ട് വിൽക്കും. അത് ശ്രുതി നീ എന്തിനാ വിൽക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അല്ലാതെ മറ്റെന്ത് മാർഗമാണുള്ളത്? എനിക്കെന്തായാലും ആന്റിക്ക് പണം കൊടുത്തേ പറ്റുള്ളൂ, ഞാൻ ആന്റിക്ക് വാക്ക് കൊടുത്തതാണ്. ശ്രുതിക്ക് പ്രോഫിറ്റ് വരുന്ന സമയത്ത് എനിക്ക് ചെയിൻ മേടിച്ചു തന്നാൽ മതി. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചെയിനൊക്കെ കൊണ്ടുപോയി വിറ്റു കേട്ടോ. അതിനുശേഷം മീരയുമായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. മീര ചോദിക്കുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡ് ഇത്രയും വലിയൊരു ഷോറൂം വെച്ചിരിക്കുന്നു, വലിയൊരു ഡീലർഷിപ്പ് ഒക്കെ മേടിച്ച് അവനൊരു 5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി പറ്റില്ലേ? ഇപ്പോഴല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഉടനെ തന്നെ ഇത്രയും പണമൊന്നും ഉണ്ടാവില്ല, കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാലേ പ്രോഫിറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. ഇപ്പൊ എനിക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. കർമ്മ ബൂമറൗണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണല്ലേ? നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് തിരിച്ചടിക്കും. സച്ചിൻ രേവതിയും വീട് വിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ ആ വീഡിയോ കൊണ്ടുപോയിട്ട് ആന്റണിക്ക് കൊടുത്തത്? എന്നാ ഇപ്പൊ അവസാനം അതെല്ലാം കൂടി നിന്നെ നേർക്ക് തിരിഞ്ഞു വന്നില്ലേ? ആ വീഡിയോ പുറത്തു ഇറങ്ങിയതോട് കൂടിയിട്ട് നിന്റെ അമ്മായിമ്മയാണെങ്കിൽ വീട് വിട്ടു പോയി. ശരത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടി അവരാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ മേടിക്കുകയും ചെയ്തു. ആ 2 ലക്ഷം രൂപ നീ അത് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ആന്റണിയുടെ കയ്യിൽ കൊടുത്തു. ഇപ്പൊ ആ 2 ലക്ഷം പോരാത്തതിന് 3 ലക്ഷം രൂപ എക്സ്ട്രാ നീ രേവതിക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ? ഇത് നോക്ക് മീരെ, ഞാൻ ഓൾറെഡി ദേഷ്യത്തിലുള്ളത്, നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ ദേഷ്യം കൂട്ടരുത്. സച്ചി അറിയാതെയാണ് ആന്റി പണം വക്കീലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അതുകൊണ്ട് തന്നെ ആ പണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആന്റി സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത്. എന്നാ അവരാണെന്നുണ്ടെങ്കിൽ എന്നേക്കാൾ ഭയങ്കരയാണ്. അവര് പ്രശ്നം വേറെ രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടു. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സാധനങ്ങളെല്ലാം എന്റെ കൈവിട്ട് പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഇതുപോലെ തന്നെയല്ലേ സച്ചിക്കും രേവതിക്കും ഉണ്ടാവുക? അവരെ ആ പണം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? രേവതിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മീരയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശ്രുതി, നീ എന്തിനാ ഇപ്പോ ഈയിടെയായിട്ട് അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഞാനങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതല്ല ശ്രുതി. ഇപ്പോ ഈ വീഡിയോ റിലീസ് ആയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആ ദാസിനെ അടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. അവൻ കാരണമല്ലടി നിനക്ക് ഇത്രയും കാശ് ചെലവായി എന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ടേ. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടന്നില്ല. ശരി, അതൊക്കെ നിക്കട്ടെ. താലി വിറ്റിട്ട് നീ നിന്റെ അമ്മായിമ്മയ്ക്ക് കൊടുക്കേണ്ട 3 ലക്ഷം രൂപ കൊടുക്കും. എന്നാ ബാമാൻഡിയുടെ വീട്ടിൽ നിന്ന് പോയ ആ 2 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മായിമ്മ കേസ് കൊടുക്കാൻ വേണ്ടി പോവാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ശ്രുതി നീ തന്നെയല്ലേ കുരുങ്ങാൻ വേണ്ടി പോകുന്നത്? ആ ഭയത്തിൽ തന്നെയാണ് ഞാനുള്ളത്. പക്ഷേ മോഷണം പോയ പണം തിരികെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ആ 2 ലക്ഷം രൂപ ഞാൻ ബാമാൻഡിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. നീയെ എടുത്തതെന്ന് പറഞ്ഞിട്ടാണോ ശ്രുതി കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് മീര ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മൊത്തത്തിൽ
മൊത്തത്തിൽ വീട് വിട്ടു പോകാനാണോ ഉദ്ദേശിക്കുന്നത് നീ? അതൊന്നുമല്ല, അതിനു വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ശ്രുതി പറയുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബാമയുടെ വീട്ടിലെത്തിയതിനു ശേഷമാണ് കാണിക്കുന്നത്. ബാമ കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക്. അത് മേടിച്ച് ശ്രുതി കുടിക്കുമ്പോൾ ലാസ്റ്റ് നീ വന്ന സമയത്ത് നിനക്കൊരു ഗ്ലാസ് ചായ പോലും തരാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആന്റി അതൊന്നും വേണ്ട ശ്രുതി, നീ കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്റെ തല നന്നായിട്ട് മസാജ് ചെയ്ത് തന്നില്ലേ, അതിനുശേഷമാണ് എനിക്ക് ശരിക്കും ഉറങ്ങാൻ വേണ്ടി പറ്റിയത്. വീണ്ടും എന്താ എന്റെ തല മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്നുള്ള കാര്യം കൂടി ബാമ ചോദിക്കുന്നുണ്ട്. ആന്റി ഞാൻ അതിനു വേണ്ടിയിട്ട് വന്നതല്ല, ഇപ്പൊ എനിക്ക് തന്നെ ഭയങ്കര തലവേദനയാണ്. എന്റെ തല ആരെങ്കിലും മസാജ് ചെയ്ത് തന്നാൽ നല്ലതായിരുന്നു. നിനക്ക് എന്താ ശ്രുതി അതിന് മാത്രം തലവേദനയ്ക്കേണ്ട ആവശ്യം? നിന്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിസിനസ്സിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല നിന്റെ അമ്മായിമ്മയാണെങ്കിൽ നിന്നെ തങ്കത്തട്ടിൽ വെച്ചിട്ട് നോക്കുന്നത് പോലെയല്ലേ നോക്കുന്നത്. പിന്നെ നിനക്ക് എന്തിനാണ് സ്ട്രെസ് ശ്രുതി? ആന്റി എന്ത് പറയാനാണ്, വീട്ടില് എപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ സച്ചിയുടെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലോ, അതിന്റെ പേരിൽ നിന്റെ ആന്റിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. എന്തായാലും അത് വീട്ടിൽ വലിയൊരു പ്രശ്നമായി കാണുന്നുള്ള കാര്യം എനിക്ക് തോന്നി. അത് ശരിയാണ് ആന്റി, വീട്ടില് വലിയൊരു പ്രശ്നമായി. അത് അവസാനം അങ്കിളാണെന്നുണ്ടെങ്കിൽ സച്ചിക്കും രേവതിക്കും ആന്റി 5 ലക്ഷം രൂപ കൊടുക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു. അത്രയും പണം ചന്ദ്ര എങ്ങനെയാണ് തിരികെ കൊടുക്കുന്നത് അത് എനിക്കും അറിയില്ല ആന്റി. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ആന്റിയെ കാണാൻ വേണ്ടി വന്നത്. ഇതിൽ നമുക്ക് രണ്ടുപേർക്കും എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ശ്രുതി? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചന്ദ്രയുടെ മേലും തെറ്റുണ്ടല്ലോ ആന്റി. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇപ്പൊ ഓരോ ദിവസം കൂടുന്തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ അങ്കിളിനും ആന്റിക്കും ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇനി വേറെന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ഭയത്തിലും കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിൽ ശ്രുതി നമുക്ക് രണ്ടുപേർക്കും എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ആന്റി ഇത് കണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കഴുത്തിലുള്ള ചെയിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ ശ്രുതി നീ പുതിയ താലി ചെയിൻ മേടിച്ചോ എന്ന് ചോദിക്കുകയാണേ. ആന്റി ഇത് സ്വർണ്ണമല്ല, കവറിംഗ് ആണ്. എന്ത് കവറിംഗ് ആണെന്നോ? ഇപ്പോഴല്ലേ ശ്രുതി നിനക്ക് പുതിയ ചെയിന് മേടിച്ചെന്നത്. ആ ചെയിനും അതുപോലെ എന്റെ കയ്യിലുള്ള മറ്റു 2-3 ചെയിനും കൂടി എടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് വിറ്റെന്നോ? എന്തിനെന്ന് ചോദിക്കാനോട്ടോ ബാമ്മ. എനിക്ക് അതല്ലാതെ മറ്റൊരു വഴി അറിയില്ല ആന്റി. ഞാനിപ്പോ ആന്റിക്ക് 2 ലക്ഷം രൂപ പണം തരാം. എനിക്കെന്തിനാ നീ പണം തരുന്നതെന്ന് ചോദിക്കാനോട്ടോ ബാമ്മ. ഞാൻ ആന്റിക്ക് തരാന്നല്ല ഉദ്ദേശിച്ചത്. അന്ന് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ 2 ലക്ഷം രൂപ, ആ പണം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഈ പണം ആന്റിയുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി ബാമാന്റി. കബോർഡിനകത്ത് ഈ സാരികൾക്കിടയിൽ നിന്നത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. എന്തൊക്കെയാണെങ്കിലും ശ്രുതി ആ പണം നഷ്ടപ്പെട്ടു പോയി. രേവതിയുടെ മേല് പഴിയും ഇട്ടു. പക്ഷെ രേവതി ഒരിക്കലും ആ കാര്യം ചെയ്യില്ല. അങ്ങനെ ആരോ എടുത്ത പണം ശ്രുതി നീ എന്തിനാ തിരികെ കൊടുക്കുന്നത്? ആന്റി ആ പണം നഷ്ടപ്പെട്ടു പോയത് മുതലാണ് വീട്ടിലെ പ്രശ്നം ആരംഭിച്ചത്. പാവം രേവതിയുടെ മേലും പഴി വീണു. ആന്റി വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട്. രേവതി ഒരിക്കലും ആ പണം എടുക്കില്ല. ആരാണ് എടുത്തതെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോ എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് തിരികെ കൊണ്ടു തരാനും പോകുന്നില്ല. അങ്ങനെയാകുമ്പോ ആന്റി ഈ പണം നഷ്ടപ്പെട്ടു പോയതാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് രേവതിയുടെ മേലുള്ള പഴിയും അതുപോലെ തന്നെ ആന്റിയും അങ്കിളും തമ്മിലുള്ള പ്രശ്നവും തീരും. പഴയതുപോലെ വീടും ആകുകയും ചെയ്യും. ശ്രുതി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശ്രുതിയുടെ വലിയ മനസ്സുകൊണ്ടാണ് ശ്രുതി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണല്ലോ ബാമ വിചാരിക്കുന്നത്. കട്ട പണമാണ് തിരികെ കൊണ്ടുകൊടുക്കുന്നതെന്നുള്ള കാര്യം ബാമയ്ക്ക് അറിയില്ലല്ലോ. ശ്രുതി നിനക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടായിരുന്നു. നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണെന്ന് എനിക്ക് അഭിമാനത്തോട് കൂടിയിട്ട് പറയാം. കാരണം അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് നീ. മരുമക്കളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. എനിക്ക് കിട്ടിയ മരുമകളാണെന്നുണ്ടെങ്കിൽ എന്റെ മകനെയും കൂട്ടിക്കൊണ്ടു പോയി. പക്ഷെ നീയാണെങ്കിൽ നിന്റെ താലി ചെയിൻ വെച്ചിട്ട് രേവതിയുടെ മേലുള്ള പഴി പോകണമെന്ന് വിചാരിക്കുന്നു. ആന്റി എനിക്ക് സ്വർണത്തിനേക്കാളും വലുത് ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബാമയുടെ സിമ്പതി പിടിച്ചു പറ്റാനുള്ള കഴിവുകളൊക്കെ നമ്മുടെ ശ്രുതി അവിടെ ചെയ്തു വെക്കുന്നുണ്ട്. അതിനുശേഷം പണം കയ്യിലെടുത്ത് കൊടുക്കുവാണ് കേട്ടോ ബാമയുടെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആന്റി പണം കിട്ടി എന്നുള്ള കാര്യം ആന്റിയെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ശ്രുതി ഞാൻ ചെയ്തോളാം. നിന്റെ ഈ ഒരു നല്ല മനസ്സുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നീ എന്നും നന്നായിട്ടിരിക്കും. ഇനി അടുത്ത ജന്മത്തിൽ നീ എനിക്ക് മരുമകളായിട്ട് വരണം എന്നൊക്കെ ബാമ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട്. ബാമയ്ക്ക് ഇപ്പൊ കിട്ടിയ മരുമകള് മകനെ കൊണ്ട് പോകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ശ്രുതി മരുമകളായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാമയുടെ അടിവേരടക്കം മാന്തിക്കൊണ്ടു പോകുന്നുള്ള കാര്യം ബാമയ്ക്ക് അറിയില്ലല്ലോ. തുടർന്ന് വീട്ടിലാണ് കാണിക്കുന്നത്. സച്ചി പുറത്തു പോയിട്ട് തിരികെ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അശോകനങ്ങള് എന്നെ വിളിച്ചിരുന്നു എന്ന്. നിന്നെ വിളിച്ചോ? എന്തിന്? അച്ഛന് വേണ്ടിയിട്ട് ജോലി നോക്കാൻ വേണ്ടിയിട്ട് അശോകനങ്ങളിനെ വിളിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും അശോകനങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ ഞാൻ ചോദിച്ചിരുന്നു. അവൻ എന്തിനാണ് അതൊക്കെ വിളിച്ചിട്ട് നിന്റെ അടുത്ത് പറയുന്നത്? അവര് പറഞ്ഞതാണോ ഇപ്പൊ അത്ര വലിയ കാര്യം? അച്ഛൻ എന്തിനാണ് ഇപ്പൊ ജോലിയൊക്കെ അന്വേഷിച്ച് പോകുന്നത്? അച്ഛൻ ഇത്രയും നാള് അധ്വാനിച്ചത് പോരാത്തതിനാണോ ഇപ്പൊ ജോലിക്ക് പോകുന്നത്? എടാ വീട്ടിൽ ഞാൻ ചുമ്മാ ഇരിക്കല്ലേ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറടി മാറുമല്ലോ. അതിനൊന്നും ആവശ്യമില്ല അച്ഛാ. 33 വർഷത്തിനടുത്ത് അച്ഛൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ചില്ലേ, അത് മതി. ജോലിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. കാര്യം എന്താന്ന് അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ ജോലിക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെന്നാണ് രേവതിയുടെ അടുത്ത് പറയുന്നത്. ഇത് കേട്ട രേവതിയും ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ എന്തിനാ ജോലിക്ക് പോകുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന്. അതുകൊണ്ടൊന്നുമല്ല രേവതി, ചുമ്മാ എന്തായാലും വീട്ടിലിരിക്കുമല്ലേ, ഒരു ജോലിക്ക് പോവാന്ന് വിചാരിച്ചു.
അച്ഛൻ ഒരുപാട് നാൾ അധ്വാനിച്ചതല്ലേ, ഇപ്പോ അച്ഛന്റെ മക്കളൊക്കെ വലുതായില്ലേ, അവരാണ് ഇനി അച്ഛനെ നോക്കേണ്ടത്. റിട്ടയർ ആയതിനു ശേഷം അച്ഛൻ റെസ്റ്റ് എടുക്കല്ലേ വേണ്ട. ഒരാള് മുഴുവൻ ദിവസവും റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സമയം പോവുമല്ലോ. അച്ഛാ, സമയം പോകാൻ വേണ്ടിയിട്ട് എന്തിനാണ് ജോലിക്ക് പോകുന്നത്? അച്ഛൻ രാവിലെ വാക്കിങ്ങിന് പോകുന്നില്ലേ? അത് കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കുറച്ചു നേരം ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വാ. ഈവനിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിലും പോയിട്ട് വാ. അച്ഛന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജോലിയായിട്ടിരിക്കും, അല്ലാതെ ജോലിക്ക് പോകണമെന്നൊന്നും പറയല്ലേ. അതെ അച്ഛാ, അതൊന്നും ചെയ്യാതെ അച്ഛൻ പോയിട്ട് എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ ഇതിൽ എന്ത് കഷ്ടപ്പാടാണുള്ളത്? എന്നേക്കാൾ പ്രായമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛാ, അവർക്കൊക്കെ ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും അവർ പോകുന്നത്. ചിലപ്പോൾ കഷ്ടപ്പാട്, അവരുടെ സാഹചര്യം, അതൊക്കെ ആയിരിക്കും അവർ ജോലിക്ക് പറഞ്ഞയക്കുന്നത്. എന്നാൽ അച്ഛൻ അങ്ങനെയല്ലല്ലോ, അച്ഛന് ഞങ്ങളൊക്കെ ഇല്ലേ. അതല്ലേ രേവതി ഞാൻ പറഞ്ഞത്, വീട്ടിലിരുന്ന് ബോറടിച്ചു, എന്തൊക്കെ സാധനമാണെന്നുണ്ടെങ്കിലും ചുമ്മാ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കത്തേ ഉള്ളൂ. രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഉറക്കവും വരുന്നില്ല. എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. ഇതെല്ലാം കേട്ട് ചന്ദ്ര അങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അച്ഛാ, അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കുകയും റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുകയും വേണം. എടാ, നാട്ടില് എന്റെ അമ്മ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അച്ഛൻ നമ്മൾ പറഞ്ഞിട്ടും അച്ഛമ്മ കേൾക്കാത്തത് കൊണ്ടല്ലേ. അതുപോലെ തന്നെ അച്ഛന് ചെയ്യാൻ വേണ്ടി പോവാണോ? അതൊന്നും വേണ്ട, അച്ഛൻ ജോലിക്ക് പോകണ്ട എന്ന് തന്നെ പറയാൻ കേട്ടോ സച്ചി. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവര് പൊക്കോട്ടെ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തിനാണ് ഇത്രയും നാള് അച്ഛൻ ജോലിക്ക് പോയിട്ട് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്? അച്ഛനിപ്പോ ജോലിക്ക് പോകേണ്ട കാര്യം എന്താണ്? ഇത്രയും കാലം അധ്വാനിച്ചില്ലേ, ഇപ്പൊ ഞങ്ങളൊക്കെ സമ്പാദിക്കുന്നില്ലേ? പിന്നെ വലിയ സമ്പാദിക്കല്. ഈ വീട്ടില് ഏറ്റവും കൂടുതലായിട്ട് സമ്പാദിക്കുന്നത് ശ്രുതി മാത്രമാണ്. ഓ, അത്രയും വലിയ സമ്പാദിക്കാരൻ അച്ഛന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് ഓടിപ്പോയ പണം ഇതുവരെ തിരികെ കൊടുത്തില്ലല്ലോ, അവൻ തന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുവാണേ. വാ ശ്രുതി. ആന്റി, ശ്രുതി അകത്തുണ്ടോന്ന് ചോദിക്കുന്നുണ്ടേ. ആ, അവിടെ ഉണ്ട്, ഞാൻ പോയിട്ട് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി മുറിയിലേക്ക് പോവാണ്. അച്ഛൻ എന്തായാലും ജോലിക്കൊന്നും പോകണ്ട. എടാ, ജോലിക്ക് ഞാൻ പറഞ്ഞിട്ടു, അത്ര മാത്രമേ ഉള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതിനുശേഷം പോണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് എത്തുന്നുണ്ട്. എന്താ ശ്രുതി, ഇപ്പോഴാണോ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബാഗിൽ നിന്നും ആ പണം എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇതില് 3 ലക്ഷം രൂപയുണ്ട്. ഇത് ശ്രുതി, ഏതാണ് പണം? ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ശ്രുതിയുടെ അടുത്ത് താലി വിൽക്കാൻ വേണ്ടി പോവാണ് എന്നുള്ള കാര്യം. അപ്പൊ നിന്റെ കഴുത്തിലിട്ടിരിക്കുന്നതോ? അതുപോലത്തെ ഞാൻ കവറിങ് മേടിച്ചിട്ടിരിക്കുകയാണ്. ശ്രുതി, ആദ്യം നീ എന്തിനാണ് ഈ പണമൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ശ്രുതി, നീ അധ്വാനിച്ചിട്ട് എനിക്ക് താലി മേടിച്ചു തരുമല്ലോ ഒരു ദിവസം, പിന്നെ എന്താ പ്രശ്നം? ആദ്യം ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. ഈ പണം കൊണ്ടുപോയിട്ട് ആന്റിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ആ പണം മേടിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് ചെല്ലുവാണ്. അച്ഛൻ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോ ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കടാന്നൊക്കെ രവി പറയുന്നുണ്ട്. അവരുടെ സംസാരം കേട്ടുകൊണ്ടാണല്ലോ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മ, എന്താ ഇവിടെ സംസാരം എന്ന് ചോദിക്കുകയാണേ. നിന്റെ അച്ഛൻ ജോലിക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാണ്. അത് നല്ല കാര്യമാണല്ലോ എന്ന് ശ്രുതി പറയുന്നു കേട്ട ഉടനെ തന്നെ, എന്ത് നല്ലതാന്ന്? അവര് സമ്പാദിച്ച പണം എല്ലാം കൂടി നീ എടുത്തോണ്ട് പോയത് പോരാഞ്ഞിട്ടാണോ? ഇനിയും നിനക്ക് കൂടുതൽ പണം തന്നുകൊണ്ടേ ഇരിക്കണോ? അച്ഛനൊരു ഹോബി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് കരുതിയിട്ട് അച്ഛൻ ജോലിക്ക് പോകണോ പോണ്ടേ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത് അച്ഛന്റെ ഇഷ്ടമല്ലേ? അതിന്റെ മേലിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്. ശ്രുതി, ആദ്യം ആ പണം കൊടുക്ക്. അമ്മ, ഇതാ പണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അമ്മയുടെ നേർക്ക് ആ പണം നീട്ടുന്നുണ്ടേ. അമ്മ, ഇതിൽ 3 ലക്ഷം രൂപയുണ്ട്. അമ്മ, സച്ചിക്ക് പണം കൊടുക്കണല്ലോ, ഈ പണം അങ്ങ് കൊടുത്തേക്കെന്ന് പറയാണേ. ഓ, പണം കിട്ടിയോ? ഈ പണത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ എന്നെ നിർത്തി പൊരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നീ പണം അവരുടെ കയ്യിലേക്ക് അങ്ങനെ കൊടുത്തേക്കടാ. ശ്രുതി പണം നീട്ടുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ നോക്കുവാണേ. എടാ, മേടിച്ചോടാ, നിനക്ക് വന്നു ചേരേണ്ട പണമാണത്. ഇനി ആരും ഞാൻ കാരണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ പറയണ്ട എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും ചന്ദ്രയുടെ കയ്യിൽ ഫോൺ ഉണ്ട്. ഫോണിലേക്ക് ബാമ വിളിക്കുവാണേ. ഇവളെന്തിനാ ഇപ്പൊ ഈ സമയത്ത് വിളിക്കുന്നതെന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഫോൺ എടുത്തിട്ട്, ആണോ, നീ സത്യം തന്നെയാണോ ബാമ പറയുന്നത്? അന്ന് തന്നെ ശരിക്കും നോക്കേണ്ടതല്ലേ? വല്ലാത്ത പണി തന്നെയാണല്ലോ ചെയ്തത്. അപ്പോ പണം മോഷണം പോയില്ലേ? അവിടെ തന്നെ ഉണ്ടായിരുന്നോ? അപ്പോഴേക്ക് ശ്രീകാന്തും അതുപോലെ വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും ചന്ദ്രയെ തന്നെ അങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താ സച്ചിയേട്ട കാര്യം എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, ബാമാന്റി പണം മോഷണം പോയില്ല അങ്ങനെ എന്തോ ആണ് പറയുന്നത്. എന്തായാലും നീ നിക്ക്, നിന്നെ ഉണ്ടല്ലോ. ശരി വെക്ക്, ഞാൻ വന്നിട്ട് മേടിക്കാൻ വേണ്ടി പറയാന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണേ. ചന്ദ്ര, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറയാനാണ്? അന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞില്ലേ ആ പണം? ഏത് ആന്റി? അന്ന് രേവതി ചേച്ചി എടുത്തു എന്ന് പറഞ്ഞ ആ പണമാണോ എന്ന് ചോദിക്കുകയാണെ വർഷ. ഞാനാണോ പറഞ്ഞത്? ബാമയ്ക്ക് സംശയം ഉണ്ടെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? സംശയം ആർക്ക് വന്നു എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് സച്ചി. ആദ്യം നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ആ പണം മോഷണം പോയിട്ടില്ല, കബോർഡ് തന്നെയുണ്ട്. അവളൊന്ന് ശരിക്കും നോക്കിയില്ലെന്ന് തോന്നുന്നു. പണം അപ്പോ അവിടെ തന്നെ ഉണ്ടോ ചന്ദ്ര? ആ പണം കൂടി മേടിക്കാൻ വേണ്ടി പറയും. അതോട് കൂടിയിട്ട് എന്റെ കണക്ക് തീരും. അച്ഛാ, അപ്പൊ പണം മോഷണവും പോയിട്ടില്ല, കാണാതായിട്ടുമില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട പണം ഞങ്ങൾ പോയി മേടിച്ചോളാം. പക്ഷെ ആ പണം മോഷ്ടിച്ചത് രേവതിയാണെന്ന് പറഞ്ഞിട്ട് അവളെ കരയിപ്പിച്ചില്ലേ? അതിന് ഇവർക്ക് എന്ത് മറുപടിയാണ് അച്ഛാ പറയാൻ വേണ്ടിയുള്ളത്?
പണം തിരികെ മേടിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ അവള് മനസ്സ് വേദനിച്ചില്ലേ, അത് മാറുമോ? നിങ്ങൾ അവളുടെ മേലെ ചാർത്താൻ വേണ്ടി ശ്രമിച്ച കുറ്റം എങ്ങനെ നിങ്ങൾ തിരിച്ചെടുക്കും? അത് സച്ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അമ്മയുടെ അടുത്ത് അന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. ചേച്ചിയും ചേച്ചിന്റെ കുടുംബത്തെയും അത്രയും മോശപ്പെട്ട രീതിയിലാണ് അമ്മ സംസാരിച്ചത്. പണം ഇപ്പൊ അവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? രേവതി ചേച്ചിയുടെ അടുത്ത് സംസാരിച്ച അതെല്ലാം ഇപ്പൊ തെറ്റായി പോയില്ലേ? പണം അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നില്ലേ? പിന്നെ ഇനിയിപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിക്കാനോട്ട് സുധി. നീ മിണ്ടാതിരിയടാ ചന്ദ്രേ. സച്ചി ചോദിക്കുന്നത് കറക്റ്റ് ചോദ്യം തന്നെയല്ലേ? നീ ഇപ്പോ രേവതിയുടെ മുമ്പിൽ കുറ്റവാളിയായിട്ടല്ലേ നിൽക്കുന്നത്? കുറ്റവാളിയോ? ഞാനെന്താ കൊലയാണോ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അച്ഛ, ഒരാളുടെ മനസ്സ് നോവിക്കുന്നതും ഒരുതരം കൊല തന്നെയാണ്. ഇപ്പൊ ചന്ദ്രേ, നിനക്ക് രേവതിയുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഞാനെന്ത് പറയാനാണ്? 2 ലക്ഷം രൂപ അവള് മോഷ്ടിച്ചു എന്നുള്ള കാര്യം നീ പറഞ്ഞപ്പോ അവളുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും. അതിന് നീ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇതിൽ ഞാൻ എന്ത് മറുപടി പറയാനാണ്? പണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, അത് ഞാൻ തിരികെ കൊടുത്തു. ഞാനെന്തോ വേണമെന്ന് വിചാരിച്ചിട്ട് അവളെ കുറ്റപ്പെടുത്തിയത് പോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. ചുമ്മാ ഒരു വശം മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ പറയരുത്. എന്താ ചന്ദ്രേ നീ പറഞ്ഞത്? ഞാൻ ഒരു വശം നിന്ന് സംസാരിച്ചെന്നോ? അതൊക്കെ നിന്റെ പണിയാണ് ചന്ദ്രേ. ഒരു വശം നോക്കുന്നത്, വേർതിരിച്ച് കാണുന്നത് എല്ലാം അതൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ന്യായം ഏത് പക്ഷത്താണോ അവിടെ നിന്ന് സംസാരിക്കാൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ചന്ദ്രേ, നിന്റെ അടുത്ത് ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാം, അതിന് നീ മറുപടി പറയണമെന്ന് പറയുമ്പോ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കേ. അതിനു മുമ്പായിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി, നിന്റെ അമ്മായിമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നീ തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട. ചന്ദ്രേ, ഇങ്ങോട്ട് നോക്ക്. രേവതി പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അവളുടെ മേലെ നീ പഴിചാരാൻ വേണ്ടി ശ്രമിച്ചത്. അത് മാത്രമല്ല, അന്ന് അവൾ അവിടെ വന്നു. അന്നേ ദിവസം ശ്രുതി അവിടെ നിങ്ങൾക്ക് എന്തോ ഭക്ഷണമൊക്കെ മേടിച്ചു തന്നിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രേ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണം ശ്രുതി എടുത്തോ എന്നുള്ള സംശയം ചന്ദ്രേ നിനക്ക് തോന്നിയോ? ഇത് കേട്ടിട്ട് ശ്രുതിക്കും അതുപോലെ ചന്ദ്രയും ആകെ ഇല്ലാതാവുന്നുണ്ട്. അച്ഛ, എന്തിനാണ് ശ്രുതിയുടെ മേലെ ഇങ്ങനെ കുറ്റം ചാർത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ. നിന്റെ അമ്മയെ പോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരാളല്ല ഞാന്. ശ്രുതിയുടെ അടുത്തും അതുപോലെ തന്നെ വർഷയുടെ അടുത്തും ചന്ദ്രയെ നിനക്ക് അങ്ങനെ പഴി ചാരിയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ? എന്താ ചന്ദ്രേ, നിനക്ക് ഉത്തരം പറയാനില്ലേ? ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ? അല്ലെങ്കിലും എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? രേവതിയുടെ മേലെ നീ കുറ്റം ചാർത്താൻ വേണ്ടി ശ്രമിച്ചു, എന്നാ അവളിപ്പോ നിരപരാധിയാണെന്നുള്ള കാര്യം മനസ്സിലായി. എങ്കിലും രേവതി നിന്റെ അടുത്ത് എന്തിനാണ് അമ്മ എങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം നിന്റെ അടുത്ത് ചോദിച്ചോ? അത് അവൾ ഒരിക്കലും ചോദിക്കില്ല. ഒരു പക്ഷെ നിനക്ക് വിഷമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ മിണ്ടാതിരിക്കുന്നത്. അതേസമയം രേവതിയുടെ സ്ഥാനത്ത് ശ്രുതിയോ അതുപോലെ വർഷയോ ആയിരുന്നെങ്കിൽ നിന്നെ ചുമ്മാ വിടുമായിരുന്നോ? വർഷേ, നീ മിണ്ടാതിരിക്കോ എന്നുള്ള കാര്യം രവി വർഷയുടെ അടുത്ത് അങ്ങ് ചോദിക്കുവാണേ. രേവതി ചേച്ചി എന്തായാലും മിണ്ടാതിരിക്കുന്നുണ്ട്, എന്നാ അതുപോലെ എനിക്കിരിക്കാനൊന്നും പറ്റത്തില്ല. എന്റെ മേലെ തെറ്റില്ലാതെ ആരെങ്കിലും എന്നെ തെറ്റുകാരിയാക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ചുമ്മാ വിടില്ല, അത് ആരാണെങ്കിലും ശരി. നീ വർഷ പറഞ്ഞ കാര്യം കേട്ടില്ലേ? ഇതുപോലെ ചെയ്യേണ്ടത്, അല്ലാതെ നിന്നെ പോലെ എന്നൊക്കെ പറയുമ്പോഴേക്കും എടാ, അതാണ് രേവതിയുടെ ഗുണം. രേവതിയുടെ മനസ്സിൽ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും അവൾ നിന്റെ അടുത്ത് ഒന്നും ചോദിക്കില്ല. എന്നാ നിനക്ക് അറിയാതെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു പോയി എന്നുള്ളൊരു വാക്ക് നീ അവളുടെ അടുത്ത് പറഞ്ഞു. അത്രയൊക്കെ പറഞ്ഞിട്ടും ചന്ദ്രങ്ങനെ മൂങ്ങയെ പോലെ മിണ്ടാതെ നിൽക്കുവാണേ. സച്ചിയാണെങ്കിൽ അച്ഛ അത് വിട്ടേക്ക്, എന്തായാലും ഞങ്ങൾ അവരിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ചന്ദ്രേ, ഇനി നീ സംസാരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിച്ചിട്ട് സംസാരിക്കേ. ദയവ് ചെയ്തിട്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. രേവതിയുടെ കുടുംബം പാവപ്പെട്ടവരുടേതാണ്, അതുകൊണ്ട് എന്തും വിളിച്ചു പറയാന്ന് നീ വിചാരിക്കേണ്ട. അവൾക്ക് അച്ഛനില്ലാതിരിക്കാം, പക്ഷെ ആ സ്ഥാനത്ത് ഞാനുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അച്ഛന്റെ കാൽക്കൽ വീഴുന്നുണ്ട്. എഴുന്നേക്ക് രേവതി എന്ന് പറഞ്ഞിട്ട് പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തിനാ മോളെ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അച്ഛ, അവളുടെ മനസ്സിലുള്ള സങ്കടം പുറത്തു വരികയാണ്, അവൾ കരഞ്ഞോട്ടെ, നിനക്ക് രേവതി ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. രവി സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയും കൂട്ടിട്ട് അവിടെ അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത്. കാറ് വെച്ചിട്ടായിരുന്നല്ലോ പണം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ പണമൊക്കെ കൊടുത്തു. ബാക്കി 1.5 ലക്ഷം രൂപയുണ്ട്. ഇത് നീ കൊണ്ടുപോയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടേ. പക്ഷെ ഇത് കേട്ട രേവതിയാണെങ്കിൽ അതൊന്നും വേണ്ട, ആഭരണങ്ങൾ വെച്ചിട്ടുള്ള അതുപോലെ തന്നെ ചിട്ടിയുടെ പണമൊക്കെ ആയിരിക്കും അമ്മ എടുത്ത് തന്നിട്ടുണ്ടാവുക, അത് പതിയെ കൊടുത്താൽ മതി. ചേട്ടന് കാറിന്റെ മേലെ മൊത്തം ഡ്യൂ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് രേവതി പറയുന്നത്. രേവതി, അതൊന്നും വേണ്ട, ഭാര്യ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പണമോ അല്ലെങ്കിൽ ആഭരണങ്ങളോ അതൊക്കെ അവസാനം തലവേദനയായിട്ടേ വരുള്ളൂ. ഒരിക്കലും എന്റെ വീട്ടുകാർ അങ്ങനെയൊന്നും നോക്കില്ല. അതൊക്കെ ശരിയാണ്, എനിക്കും അറിയാം. പക്ഷേ ഇത് അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. അതുപോരാത്തതിന് ഇപ്പൊ ദേവുവിനാണെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ നോക്കേണ്ട സമയമായി. കല്യാണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയാൽ തന്നെ എപ്പോ വേണമെങ്കിലും കല്യാണം നടക്കാം. അതുകൊണ്ട് തന്നെ സ്വർണ്ണമൊക്കെ തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പറ എന്ന് പറഞ്ഞുകൊണ്ട് ആ പണം രേവതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് സ്വർണം എന്ന് പറയുന്നത് ആഡംബരമല്ല, ഒരു അത്യാവശ്യത്തിലുള്ള സാധനം പോലെയാണ്. കാരണം നമുക്കൊക്കെ എപ്പോ വേണമെങ്കിലും ചെലവ് വരാം. അത് മാത്രമല്ല, കയ്യിൽ സ്വർണ്ണം ഉണ്ടാകുമ്പോൾ നമുക്കതൊരു വിശ്വാസം കൂടിയാണ്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് നീ പറ. ബാക്കി 64,000 രൂപയുണ്ട്. അവര് കുഞ്ചിക്കകത്തിട്ട് ആ പണമൊക്കെയാണേ. നമുക്കൊരാവശ്യം വന്ന സമയത്ത് ഇതാണല്ലോ ഉപകാരമായത്. അതുകൊണ്ട് ഈ പണം ഇതിനകത്ത് തന്നെ വെക്കാം. ഇനിയിപ്പോ അച്ഛനാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി പോവാന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. വീട്ടിലിരുന്ന് ബോറടിക്കുന്നതുകൊണ്ട് പോവാന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ സച്ചേട്ട പറഞ്ഞത്? അതൊന്നുമല്ല, നമ്മുടെ കട അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാ പോകുന്നു പറഞ്ഞത്.
അല്ല രേവതി, അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ച പണം തിരികെ കൊടുത്തോന്ന് ചോദിക്കുന്നുണ്ടേ. അതൊക്കെ ഞാൻ എപ്പോഴേ കൊടുത്തു. അതുകൊണ്ടാണ് കുറച്ച് പണം ഇതിനകത്ത് കാണാത്തത്. അച്ഛൻ നമുക്ക് പണം തന്നല്ലോ ഒരു ആവശ്യത്തിന്, അതും നമ്മൾ ചോദിക്കാതെ. അതുകൊണ്ട് തന്നെ പണം കിട്ടിയ അപ്പം തന്നെ ഞാൻ അച്ഛന്റെ കടമാണ് ആദ്യം തീർത്തത്. ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അച്ഛനെ ഞാൻ നിർബന്ധിച്ചിട്ട് ആ പണം തിരികെ കൊടുത്തു. അപ്പോഴും അച്ഛൻ പറഞ്ഞത് ഞാൻ ബാങ്കിനകത്ത് ഇട്ട് വെക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും അച്ഛൻ ഒരിക്കലും അച്ഛന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും മാറ്റിച്ചു വെച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു അച്ഛനെ ഞാൻ എങ്ങനെയാണ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുക? എന്തായാലും അച്ഛനെ ഞാൻ ഒരിക്കലും ജോലിക്ക് വിടില്ല. ഒരു വിധത്തില് പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയല്ലോ. അത് മാത്രമല്ല എന്റെ മേലുള്ള മോഷണ കുറ്റവും മാറിക്കിട്ടി. പോയാലും എനിക്കത് അത്ര വലിയ കാര്യമൊന്നുമില്ല. കാരണം 2-3 മണിക്കൂർ കൂടുതൽ ജോലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഇത്രയും നാളായിട്ട് ഞാന് മേടിച്ചെടുത്ത വിശ്വസ്തത അത് പോകുമെന്നുള്ള ഭയമായിരുന്നു എനിക്ക്. രേവതി, നല്ലവർക്ക് കഷ്ടം വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് വരെ നല്ലവർക്കാണ്. പക്ഷെ ആ സാഹചര്യത്തിലും നമ്മളായിട്ട് തന്നെ നിന്നാ മതി. വരുന്ന പ്രശ്നങ്ങളൊക്കെ ഓടിപ്പോയിക്കോളും. സത്യം മാത്രമേ എപ്പോഴും ജയിക്കുള്ളൂ. ഇന്ന് ജയിച്ചത് കണ്ടില്ലേ? നീ അമ്മയുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അമ്മയ്ക്ക് സംസാരിക്കാൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനാണെങ്കിൽ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ആ പണം കിട്ടിയില്ലായിരുന്നെങ്കിൽ ജീവിതാവസാനം വരെ എനിക്ക് ആ ചീത്തപ്പേരുണ്ടാവുമായിരുന്നല്ലോ. പക്ഷേ ആ സാഹചര്യത്തിലും അച്ഛൻ എന്റെ അടുത്ത് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് രേവതി എന്റെ അച്ഛൻ. ഈ വീട്ടിലെ ചെറുപ്പം മുതലേ എനിക്ക് കിട്ടുന്ന ഒരേ ഒരു സപ്പോർട്ട് എന്റെ അച്ഛന്റെ സൈഡിൽ നിന്ന് മാത്രമാണ്. അച്ഛനെ പോലൊരാള് എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീട് വിട്ട് ഞാൻ എന്നേ ഇറങ്ങിപ്പോയേനെ. നിനക്കും രേവതി നല്ലൊരു അമ്മയപ്പനെ കിട്ടിയില്ലേ? സത്യമാണ് സച്ചേട്ടൻ പറഞ്ഞത്. അച്ഛനൊരാൾ കാരണം മാത്രമാണ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത്. അച്ഛൻ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഈ പണം നീ ഭദ്രമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്ക്, നന്നായിട്ട് സൂക്ഷിച്ചു വെക്കണേ. ആ ഓടിപ്പോയവനുള്ളതാണ്. അവന്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവന്റെ കണ്ണ് മഞ്ഞളിക്കും. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതിയെ പണം കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. നമ്മുടെ രവി ജോലി നോക്കുന്നുണ്ടല്ലോ, അതും ഒരു സ്കൂളില് അക്കൗണ്ട്സ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിയാണ് അശോകൻ റെഡിയാക്കി കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പോയാൽ മതി കേട്ടോ ആ ജോലിക്ക്. പക്ഷേ വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ശ്രുതി അമ്മയും അതുപോലെ ആദിയെയും അവർ താമസിക്കുന്ന നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. ആദ്യം ആ സ്കൂളിലാണ് ശ്രുതി ചേർക്കുന്നത്. എന്തെല്ലാം ടെസ്റ്റുകളാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. താങ്ക്